ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായി മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. അഗസ്ത്യാർകൂട വനമേഖലയിലെ കയ്യേറ്റം അടിയന്തരമായി ഒഴിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവ്. കയ്യേറ്റം നടത്തിയ 118 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കും കോടതി നിർദ്ദേശം. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കുടിയൊഴിപ്പിക്കുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്ന് മലയിടം തുരുത്ത് വിഷയത്തിൽ നിയമസഭയിൽ സർക്കാരിന്റെ ഉറപ്പ്. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ. വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കേരളം കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ട്വന്റി പരമ്പരയിലെ 3-ാം മത്സരം രാത്രി 11 മണിക്ക് ഇംഗ്ലണ്ടിൽ. വാർത്തകൾ വിശദമായി. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായി മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ന്യൂഡൽഹിയിൽ കേന്ദ്ര സർക്കാരിന്റെ സ്കോളർഷിപ്പ് നേടിയ ഗോത്രവർഗ വിദ്യാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു രാഷ്ട്രപതി. ഗോത്രവർഗ യുവതയുടെ ശാക്തീകരണത്തിനായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു. युवा हमारे राष्ट्र की शक्ति, आशा और उज्जवल भविष्य की प्रतीक है. मेरी सभी युवाओं, विशेषकर जनजातीय समुदाय के युवाओं से अनुरोध है कि उन्हें अपनी जड़ों और अपने लोगों को नहीं भूलना चाहिए. അഗസ്ത്യാർകൂടം പരിസ്ഥിതി മേഖലയിലെ വനം കയ്യേറ്റങ്ങൾ സമയബന്ധിതമായി ഒഴിപ്പിക്കാൻ കേരളം തമിഴ്നാട് സർക്കാരുകൾക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. കയ്യേറ്റക്കാരാണെന്ന് കണ്ടെത്തിയ നിലവിലുള്ളതും വിരമിച്ചതുമായ 118 സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ അടിയന്തര നിയമ നടപടി സ്വീകരിക്കാനും ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടു. പതിറ്റാണ്ടുകളായി തുടരുന്ന കയ്യേറ്റങ്ങൾ പൂർണ്ണമായി ഒഴിപ്പിക്കുന്നതിനൊപ്പം പ്രദേശത്തെ വനമേഖലയും പരിസ്ഥിതിയും പുനഃസ്ഥാപിക്കാനുള്ള സമഗ്രമായ പദ്ധതി നടപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. നാടിനെ പുരോഗതിയിലേക്ക് നയിക്കേണ്ട യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് മയക്കുമരുന്ന് വ്യാപനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ശ്രീ വി.ഡി. സതീശൻ. നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ നാടിന്റെ പുരോഗതിയിലെ ഏറ്റവും വലിയ നാഴികക്കല്ല് എന്ന് പറയുന്നത് നാടിന്റെ യുവത്വമാണ്. ആ യുവത്വത്തെ മയക്കി കിടത്താൻ, അവരെ ഇല്ലാതാക്കാൻ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇന്ന് മയക്കുമരുന്നാണ്. ഈ നാട് മുഴുവൻ ഒറ്റക്കെട്ടായി എടുക്കുന്ന ഒരു തീരുമാനമാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ ഈ മയക്കുമരുന്ന് ശൃംഖലയെ, ഈ മാഫിയയെ നമ്മൾ വാഴാൻ അനുവദിക്കില്ല. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ കെ മുരളീധരൻ, സി.പി. ജോൺ, എൻ ഷംസുദ്ദീൻ, എം ലിജു, ശശി തരൂർ MP, സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തെ മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള വലിയ ദൌത്യത്തിനാണ് ഓപ്പറേഷൻ തൂഫാനിലൂടെ തുടക്കമിടുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. അന്തർ സംസ്ഥാന ലഹരി മാഫിയകളുടെ കണ്ണികളെ തകർക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. 16-ാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനും CPIയിലെ മുഹമ്മദ് മൊഹസിനും തമ്മിലായിരുന്നു മത്സരം. ഷാനിമോൾ ഉസ്മാന് 99 വോട്ടും മുഹമ്മദ് മൊഹസിന് 34 വോട്ടും ലഭിച്ചു. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നത്. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. KN ബാലഗോപാലാണ് നോട്ടീസ് നൽകിയത്. പെട്രോളിയം വിലവർധന ഉൾപ്പെടെ ജനജീവിതം ദുഷ്കരമാക്കിയതായി പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പാചകവാതക വിലവർധനവിൽ സംസ്ഥാനത്തെ 70,000-ഓളം ഹോട്ടലുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇന്ധന വിലവർധനയിൽ സർക്കാർ പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കി. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കുടിയൊഴിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുക എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ നിയമസഭയെ അറിയിച്ചു. കോടതി ഉത്തരവിനെ തുടർന്ന് എറണാകുളം മലയിടം തുരുത്തിൽ 7 പട്ടികജാതി കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് VP സജീന്ദ്രൻ ഉന്നയിച്ച ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ഈ കുടുംബങ്ങളെ സർക്കാർ കൈയൊഴിയില്ലെന്നും ഇവർക്ക് ഭൂമിയും വീടും നൽകുമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശനും സഭയിൽ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശന്റെ അധ്യക്ഷതയിൽ ബാങ്കിംഗ് പ്രതിനിധികളുടെ യോഗം ചേർന്നു. നെല്ല് സംഭരണ ശേഷം കർഷകർക്ക് ലഭിക്കുന്ന തുകയുടെ വിതരണത്തിലെ കാലതാമസം മറികടക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും കർഷകർക്ക് പ്രയാസം കൂടാതെ തുക ലഭ്യമാക്കുന്നതിന് സ്വീകരിക്കേണ്ട നടപടികളും യോഗത്തിൽ ചർച്ച ചെയ്തു. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജൂൺ 4 ലക്ഷദ്വീപ്, കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിൽ കാലവർഷം വ്യാപിക്കും. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പരക്കെ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന്. ഇംഗ്ലണ്ടിലെ ടൌൺടണിലുള്ള കൌണ്ടി ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. ആദ്യ മത്സരം ഇന്ത്യയും 2-ാം മത്സരം ഇംഗ്ലണ്ടും ജയിച്ചതോടെ ഇന്നത്തെ വിജയികൾ പരമ്പര സ്വന്തമാക്കും. അമിതമായ തോതിൽ ചെളിയും മണലും നിറഞ്ഞ് പ്രളയഭീതി ഉയർത്തി ഇടുക്കി മലങ്കര ജലാശയം. അണക്കെട്ടിന്റെ സുരക്ഷയെയും സംഭരണശേഷിയെയും ബാധിക്കുന്ന ഈ വിഷയത്തിൽ അടിയന്തര പരിഹാരം വേണമെന്ന ആവശ്യം ശക്തമാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഷട്ടറുകൾ തുറന്നുവിട്ടപ്പോഴാണ് അണക്കെട്ടിലെ ചെളിയും മണലും അപകടകരമാം വിധം അടിഞ്ഞുകൂടിയ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. 20 അടിയോളം ആഴമുണ്ടായിരുന്ന പല ഭാഗങ്ങളിലും ഇപ്പോൾ 6 അടി മാത്രമാണുള്ളത്. കനത്ത മഴയ്ക്ക് മുൻപായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രളയ സാഹചര്യം ഉണ്ടാകുമോ എന്ന് നാട്ടുകാർക്കിടയിൽ ആശങ്കയുണ്ട്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് വെള്ളം തുടർച്ചയായി എത്തുന്നതിനാൽ വർഷം മുഴുവൻ ഡാം നിറഞ്ഞ അവസ്ഥയിലാണുള്ളത്. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡ് ദാന ചടങ്ങ് നാളെ ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യത്തുടനീളമുള്ള 42 മികച്ച പഞ്ചായത്തുകൾക്ക് അവാർഡുകൾ സമ്മാനിക്കും. കവരത്തി ദ്വീപിൽ റോഡരികിലെ തെങ്ങുകൾ ഭൂ ഉടമകളുടെ അനുവാദമില്ലാതെ മുറിച്ചു നീക്കുന്നതിനെതിരെ പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ലക്ഷദ്വീപിലെ വീതി കുറഞ്ഞ റോഡുകളുടെ അരികിൽ നിൽക്കുന്ന തെങ്ങുകൾ കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒരുപോലെ അപകട ഭീഷണി ഉയർത്തുന്നുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മരങ്ങൾ മുറിച്ചു നീക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകളിലെ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർമൂല്യനിർണ്ണയത്തിനുമുള്ള പോർട്ടൽ പ്രവർത്തനക്ഷമമാക്കിയതായി CBSE. ഈ മാസം 6 വരെ വിദ്യാർത്ഥികൾക്ക് ഈ പോർട്ടലിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. മൂല്യനിർണ്ണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പ് ഇതിനകം കൈപ്പറ്റിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ സൌകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കൂ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിലെ 5 പ്രതികളുടെ ജുഡീഷ്യൽ കസ്റ്റഡി ഈ മാസം 15 വരെ ഡൽഹി കോടതി നീട്ടി. കസ്റ്റഡി നീട്ടണമെന്ന CBIയുടെ അപേക്ഷ പ്രത്യേക ജഡ്ജി അജയ് ഗുപ്ത അനുവദിച്ചു. കേസിൽ ഇതുവരെ 13 പ്രതികളെ CBI അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് മെയ് 3 നടന്ന നീറ്റ് പരീക്ഷ NTA റദ്ദാക്കിയിരുന്നു. ജൂൺ 21 പുനഃപരീക്ഷ. ഡെറാഡൂൺ ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഗോവയ്ക്കെതിരെ ഉജ്ജ്വല വിജയവുമായി കേരളം. 19 റൺസിനായിരുന്നു കേരളത്തിന്റെ വിജയം. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ പരിസരം ഹരിതാഭമാക്കാൻ പദ്ധതിയുമായി ദേവസ്വം വകുപ്പ്. ദേവാരണം എന്ന പേരിലുള്ള പദ്ധതിക്ക് പരിസ്ഥിതി ദിനമായ ജൂൺ 5 തുടക്കമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായി മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. അഗസ്ത്യാർകൂട വനമേഖലയിലെ കയ്യേറ്റം അടിയന്തരമായി ഒഴിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവ്. കയ്യേറ്റം നടത്തിയ 118 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കും കോടതി നിർദ്ദേശം. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കുടിയൊഴിപ്പിക്കുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്ന് മലയിടം തുരുത്തു വിഷയത്തിൽ നിയമസഭയിൽ സർക്കാരിന്റെ ഉറപ്പ്. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കേരള, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3-ാം മത്സരം രാത്രി 11 മണിക്ക് ഇംഗ്ലണ്ടിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.